ഇന്ന് നമ്മൾ സേമിയ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സേമിയ കേസരി നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ക്യാഷും മുന്തിരിയൊക്കെ ആദ്യം തന്നെ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്ത കശുവണ്ടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. രണ്ടും ഇതേപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇത് കോരിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു നെയ്യിലേക്ക് തന്നെ ഇതേപോലെ കുറച്ച് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. വറുത്ത സേമിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ വറുത്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ചായി പോകും, ശരിക്ക് വറവ് ആയി കിട്ടൂല. അപ്പോൾ നമ്മൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. കേസരിക്ക് എപ്പോഴും സേമിയ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് പശുവിൻ പാലാണ് ചേർക്കുന്നത്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഈ വെള്ളവും പാലൊക്കെ കൂടെ കടന്നിട്ട് അങ്ങനെ തിളച്ച് വന്നോളും. ഇനിയിപ്പോൾ ഈ പാല് വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ച സേമിയ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ വറുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സേമിയ നമുക്ക് കുക്കായി കിട്ടും. തീയൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കേസരിക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തെടുക്കാം കേട്ടോ. കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം പാലിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നതാകും ബെറ്റർ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കളറ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഒരല്പം മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. ഇനി ഏലക്കപ്പൊടിയൊക്കെ അങ്ങനത്തെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മധുരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മുഴുവനായിട്ട് പഞ്ചസാര എടുത്തിട്ടില്ല. ഈ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയ കേസരി എപ്പോഴും കുറച്ച് മധുരത്തിൽ കഴിക്കുന്ന ഐറ്റമാണ്. ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും കൂടെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ക്യാഷും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം കേട്ടോ.
അപ്പോൾ നമുക്കിനി ഇത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ഈ മാറ്റി കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് കൊട്ടിയാൽ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.